ഹലോ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പം കുറച്ചധികം നാളുകളിലായിട്ട് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം അശ്വിൻ KP അച്ചു. കുറേ നാളായിട്ട് ഞാനിങ്ങനെ കാണണം, സംസാരിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു. അതായത് അശ്വിൻ്റെ ടിക്ടോക്കിൻ്റെ ടൈമിൽ ഞാൻ അശ്വിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നെ കുറച്ച് നാൾ കാണാനില്ല. പിന്നെ പെട്ടെന്നൊരു ദിവസം ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ട് കാണാൻ തുടങ്ങി. എവിടെയായിരുന്നു കുറച്ച് നാളപ്പോൾ? ഞാൻ ടിക്ടോക്ക് കഴിഞ്ഞതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു 80K ഫോളോവേഴ്സ് അതിന് അടുത്തുണ്ടായിരുന്നു. പിന്നെ ഞാൻ കൈരളി ന്യൂസിലേക്ക് റിപ്പോർട്ടറായി കയറി. ഡൽഹി ബ്യൂറോ റിപ്പോർട്ടറായിരുന്നു. ആ സമയത്ത് നമ്മൾ കോമഡി വീഡിയോ ചെയ്യുന്നു, സീരിയസ് ആയിട്ട് സുപ്രീം കോടതിയിലും പാർലമെന്റിലും കയറി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ഈ പ്രശ്നം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് ചെയ്യണോ, ഫണ്ണി വീഡിയോസ് ചെയ്യണോ എന്നുള്ള സാധനത്തിൽ. പിന്നെ പേഴ്സണൽ റീസൺസ്, അക്കാദമിക്സ്, ഇങ്ങനെ കുറേ സാധനങ്ങളുള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചു ഒന്ന് ബ്രേക്ക് എടുത്തേക്കാന്ന് വെച്ചു. ഇപ്പോൾ അതിനേക്കാളും നല്ല കണ്ടന്റ്സ് കൊടുക്കുന്ന ആൾക്കാർ വന്നേ, കോമ്പറ്റീഷൻ വന്നു. അപ്പോൾ നമുക്കത് അതിന് മാത്രം ഒരു സാധനം ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയില്ലായിരുന്നു. അപ്പം അങ്ങനെ ഞാനൊരു ബ്രേക്ക് എടുത്തു. പിന്നെ ഞാൻ എൻ്റെ എഡ്യൂക്കേഷനും പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി വീട്ടിലെത്തി. ഒരു പണിയില്ലാതിരിക്കുമ്പോൾ അമ്മ കളിയായി. അമ്മ അപമാനിച്ചു വിട്ടു തന്നെ. അതായത് നീ പണ്ട് വലിയ ഇൻഫ്ലുവൻസർ ആയിരുന്നല്ലോടാ, ഇപ്പം കൊണ്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. ആ സമയത്ത് അമ്മക്ക് ഫോണൊന്നുമില്ല, സ്മാർട്ട് ഫോൺ. ഇപ്പോഴാണ് അമ്മക്കും അച്ഛനും എക്സ്പോഷർ കിട്ടുന്നത് സ്മാർട്ട് ഫോണിൻ്റെ. ആ സമയത്ത് അമ്മക്ക് ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ അറിയാം. അപ്പോൾ നീ പണ്ട് വലിയ നമുക്കൊന്നും അറിയില്ലല്ലോ എന്നുള്ള രീതിയിലുള്ള അപമാനമൊക്കെ ആയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ 2 മാസത്തിനുള്ളിൽ ഞാൻ വൈറലായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങിയതാണ് ഇപ്പോൾ. പെട്ടെന്ന് തന്നെ വൈറലാവുകയും ചെയ്തു. പറഞ്ഞ കൊടുത്ത വാക്ക് എന്തായാലും കറക്റ്റ് ആയിട്ട് വന്നു. അത് വാക്കല്ല, അത് വാക്ക് കൊടുക്കുന്നല്ല. ഞാൻ നാണക്കേട് കാരണം ഞാനത് സഹികെട്ടിട്ട് ഞാനങ്ങനെ പറഞ്ഞതാ. പക്ഷെ എങ്ങനെയോ വൈറലായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓക്കെ വീഡിയോ കാണാൻ എപ്പോഴും ആൾക്കാരുണ്ട് എന്നുള്ള സാധനം. എനിക്ക് നമ്മുടെ വീഡിയോ ഔട്ട്ഡേറ്റഡ് ആയിട്ടില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്താലും കാണാൻ ആൾക്കാരുണ്ട്. പക്ഷെ അശ്വിനായിട്ട് കൊണ്ടുവന്ന ഒരു ട്രെൻഡ് ഉണ്ട്. ഇപ്പൊ കുറച്ച് ഫിൽറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് ഒരു പാട്ടിനെ വേറൊരു ഫിൽറ്റർ യൂസ് ചെയ്ത് എന്താ ഇനിയിപ്പോ പറയാൻ പറ്റുക? ഞാൻ സ്നാപ്ചാറ്റ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് പാട്ടിന് ചെയ്യുന്നത്. ആ ഒരു ഐഡിയ എവിടെ നിന്നായിരുന്നു വന്നത്? ഞാനിത് പണ്ട് ഉണക്കമുന്തിരി പറക്ക പറക്ക ആ പാട്ട് ഇറങ്ങിയ സമയത്ത് വെറുതെ ഇരുന്ന് ചെയ്തതാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആ സമയത്ത് കുറേ ഫിൽറ്റേഴ്സ് ഉണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ ചെയ്ത സമയത്ത് ഇതങ്ങ് വൈറലായി. അപ്പോൾ അത് കല്യാണി പ്രിയദർശനൊക്കെ ഇതിൽ കമന്റ് ചെയ്തു, വിനീത് ശ്രീനൊക്കെ ഷെയർ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി ഇത് അങ്ങനെ പൊതുവെ ആരും ചെയ്തിട്ടില്ല ഈ സാധനം. പിന്നെ ഞാൻ ഒരു 2-3 പാട്ടൊക്കെ ചെയ്തു, അങ്ങനെ ചെയ്തു. പിന്നെ എനിക്കൊരു പ്രൈവറ്റ് അക്കൗണ്ട് ഉണ്ടായിരുന്നു ഞാൻ ഇൻസ്റ്റാഗ്രാം ചെയ്യാത്ത സമയത്ത്. അതിൽ ഞാനിങ്ങനെ ഇടയ്ക്ക് വീഡിയോസ് ഒക്കെ എടുത്തിടുമായിരുന്നു. അപ്പോൾ ഞാൻ 2ാമത് അക്കൗണ്ട് തുടങ്ങിയപ്പോൾ ഈ എന്തിട്ടാലാണ് വൈറലാവുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ എന്റെ കയ്യിൽ ആകെയുള്ള ഒരു പരിപാടി ഫിൽറ്റർ വെച്ചിട്ട് എല്ലാവരും വെറൈറ്റി ആയിട്ട് ചെയ്യാൻ ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് വേണ്ടി ഞാനൊന്ന് വെറുതെ ഇട്ട് നോക്കി, അത് കൊടുത്തു. അതിന് ഈ ഓരോ ഫിൽറ്റേഴ്സ് ഒക്കെ തലപോകഞ്ഞ് ആലോചിക്കേണ്ടതായിട്ടൊക്കെ വരുന്നത് കുറച്ച് കഷ്ടപ്പാടാ. മുന്നേ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് കുറെ ഫിൽറ്റേഴ്സ് കിട്ടിയാണ്. ഇപ്പൊ സ്നാപ്ചാറ്റില് നമ്മൾ തപ്പി കണ്ടുപിടിക്കണം. ഇപ്പൊ ഏതെങ്കിലും ഒരു പാട്ട് എടുത്താൽ മഴ എന്നാണെങ്കിൽ നമ്മൾ മഴന്നിരുന്ന് റെയിൻ സെർച്ച് ചെയ്ത് അതിന് പറ്റിയ ഫിൽറ്റർ എടുത്ത് നോക്കി. ഇപ്പൊ എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞു, മറ്റൊരു പാട്ടുണ്ടല്ലോ ഈ പറയാ പൽവാല് ദേവൻ ഹൽവാ കണ്ണ, ഈ ഹൽവാ കണ്ണൊക്കെ എങ്ങനെ സെർച്ച് ചെയ്യും? അപ്പൊ ആൾക്കാർ പറയും ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് നമുക്ക് റെക്കമെൻഡേഷൻ ഒക്കെ തരും. അപ്പൊ ഞാൻ ഹൽവ എന്നൊക്കെ അടിച്ച് നോക്കും, കിട്ടൂല. അങ്ങനെ കുറെ പാട്ട് ചെയ്യാതെ പോയിട്ടുണ്ട്. ഇതാണ് ഫിൽറ്ററിന്റെ പരിപാടി. ഈ ഫിൽറ്റർ വെച്ചപ്പോ ആദ്യം ചെയ്തത് ഈ ഉണക്കമുന്തിരിയാണ് ആദ്യമായിട്ട് ചെയ്തത്. അത് പെട്ടെന്ന് അങ്ങ് ക്ലിക്കായി എന്റെ പഴയ വീഡിയോയിൽ. അപ്പോൾ ആ സാധനം വിനീത് ശ്രീനിവാസന്റെ ഭാര്യയാണ് ആദ്യമായിട്ട് അത് നോട്ടീസ് ചെയ്യുന്നത്. സ്റ്റോറി കിട്ടു. പിന്നെ കല്യാണി പ്രദേശം പെട്ടെന്ന് കമന്റ് ചെയ്തു. എനിക്കൊക്കെ അത് ആദ്യമായിട്ടാണ് ഒരാൾ ഒരു സെലിബ്രിറ്റി കമന്റ് ചെയ്യാന്നൊക്കെ പറയുന്നത്. അപ്പോൾ പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 പാട്ട് ചെയ്തു. അതൊക്കെ വൈറലായി ആ സമയത്ത്. പിന്നെ ഞാൻ അതേ ഉണക്കമുന്തിരി ഈ അക്കൗണ്ടിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഇതിലും വൈറലായിട്ടുണ്ട്. 1 മില്യൺ എന്തോ അടുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ 4 കൊല്ലം മുന്നേ ചെയ്ത സാധനം ഇപ്പൊ എടുത്തിട്ട് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, സ്കോപ്പ് ഉണ്ട് ഇപ്പോഴും. ഇപ്പൊ ഇത് വൈറലാവുന്ന കണ്ടിട്ട് അമ്മച്ചനൊക്കെ എന്ത് പറഞ്ഞായിരുന്നു? അമ്മയുടെ കളിയാക്കല് എന്തായി? അമ്മ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ലേ. പക്ഷെ എനിക്ക് കൊളാബിലൊരു സാരി കിട്ടി. സാരിയോ? കൊളാബിലോ? എന്നോട് പറഞ്ഞു അമ്മ സാരി ഉടുക്കുവോ, കൊളാബ് ആയിട്ട് തരട്ടെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ കൊളാബ് എങ്ങനെയാ ചെയ്യാ, ഇപ്പൊ ഞാൻ സാരി ഉടുത്ത് തരേണ്ടി വരുമല്ലോ. അപ്പൊ അവസാനം അമ്മ കൊളാബ് ചെയ്യണ്ട, അമ്മക്ക് ഞാൻ ഒരു സാരി തരാമെന്ന് ആ സാരി തന്നില്ല. പക്ഷെ ഞാൻ വീഡിയോ ചെയ്തിട്ടു അമ്മനെ വെച്ചിട്ട്. അപ്പൊ അമ്മക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഞാൻ ആദ്യമായിട്ട് അമ്മക്കൊരു സാധനമായി കൊടുക്കുന്നത്. അപ്പൊ ഒന്ന് ഓക്കെ ഓണത്തിന് സാരിയൊക്കെ വാങ്ങി തന്നു എന്നുള്ള രീതിയിൽ അമ്മമ്മയോടൊക്കെ പറഞ്ഞു എന്നാ ഞാൻ അറിഞ്ഞത്. അല്ലാതെ വലിയ വിലയൊന്നുമില്ല. ഇപ്പൊ ഈ വീഡിയോസിൽ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പം അമ്മയുടെ സംസാരിക്കുന്നതാണല്ലോ. മറ്റേ ഇടയ്ക്ക് ഒരു വീഡിയോ ഇല്ലായിരുന്നു, പൈപ്പ് പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ശരിക്കും റിയൽ ആയിട്ട് ചെയ്യുന്നതാണോ? അല്ല, അമ്മയോട് പ്ലാൻ കണ്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അമ്മ ഇതിനൊന്നും വന്ന് നിൽക്കുകയും ചെയ്യില്ല. ആ വീഡിയോയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര പ്രശ്നം, എന്നെ അടിച്ചു കൊല്ലും തന്നെ. വീഡിയോയിലൊന്നും വരാത്ത ആളാ. അപ്പോ ചില കൊളാബ് വരുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ അമ്മയോട് അമ്മ ഇതൊന്ന് പറയാന്ന് വെച്ചാൽ ഒരു 40-50 ടേക്ക് അങ്ങനെയൊക്കെ പോയി അമ്മയുടെ കാല് പിടിച്ച് അമ്മ 2 പ്രാവശ്യം തെറ്റിച്ചിട്ട് അമ്മ അങ്ങ് പോകും, എനിക്ക് പോയിടാന്നൊക്കെ പറഞ്ഞു പോകും.
ബാക്കിയൊക്കെ ഞാൻ അമ്മയോട് ഇങ്ങനെ സംസാരിക്കാറ്, അമ്മേനെ മാതാശ്രീ എന്നൊക്കെ വിളിക്കും. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് സംസാരിക്കാറ്. അതുകൊണ്ട് ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് പ്ലാൻഡ് ആണെന്നൊക്കെ ചോദിക്കും. പക്ഷെ ഞാൻ അമ്മേനെ കളിയാക്കാൻ ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അച്ചടി ഭാഷയിലൊക്കെ ഞാൻ സംസാരിക്കും. പൈപ്പ് ഇതാ ഉറവ വന്നിരിക്കുന്നതൊക്കെ പറയുമ്പോ അങ്ങനെയാണ് സംസാരിക്കാറ്. അത് ഇതൊരു പ്ലാൻഡ് വീഡിയോ ഒന്നല്ല, അമ്മ പ്ലാൻഡ് ആയിട്ട് വീഡിയോ. അതുപോലെ തന്നെ ഒരു കല്യാണാലോചന വന്നതിന്റെ കാര്യം ഇങ്ങനെ പറയുന്നത് അത് പ്ലാൻഡ് വീഡിയോ ആയിരുന്നു. അത് കുറേ കഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റും. അത് കല്യാണ വീഡിയോ ശരിക്കും ആക്ച്വലി അത് വന്നിരുന്നു. പക്ഷെ അതെനിക്ക് ഡൽഹിയിൽ ഉണ്ടാകുന്ന സമയത്ത് അമ്മ വാട്സാപ്പിൽ അയച്ചെന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചു അമ്മ എന്നാ ഇത് ആ വാട്സാപ്പിൽ അയച്ച അതേ സാധനം ഒന്ന് പറഞ്ഞത്. അമ്മ ഫോണിൽ ആ സാധനം വായിച്ചു. അങ്ങനെ എടുക്കുക. ഭയങ്കര കഷ്ടപ്പാടാണ്. അത് മുന്നേ നടന്നൊരു സംഭവമാണ്, അതൊന്ന് റീക്രിയേറ്റ് ചെയ്തതാണ്. അത് ഞാൻ ഡൽഹിയിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ വാട്സാപ്പിലാകുമ്പോൾ നമ്മള് മോനെ ഒരു കല്യാണാലോചന വന്നു. ഞാൻ അത് എന്താ ആരാ കുട്ടി ഇങ്ങനെ ഇന്ന സ്ഥലത്ത് നിന്ന് BEd പഠിക്കുന്ന കുട്ടിയാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അത് ഞാൻ മുടക്കിയാണ്. ഞാൻ ആ ഷോക്കായി പോയി. ജോലിയും കൂടി ഇല്ലാത്ത എനിക്ക് പെണ്ണൊന്നും ഇല്ലടാ, പോടാ പഠിച്ച് ജോലിയാക്കടാന്നൊക്കെ പറഞ്ഞ് അമ്മ തന്നെ മുടക്കും. പുറത്തുനിന്നാണ് കല്യാണം കഴിക്കാനുള്ള പ്രായമൊക്കെ ആയോ? എനിക്ക് 27 വയസ്സായി. കല്യാണം കഴിക്കാനുള്ള മെച്യൂരിറ്റി ഒന്നും ആയിട്ടില്ല. സമ്മതിക്കുന്നുണ്ടോ അത്? അതെ, ആയിട്ടില്ല. ഞാൻ കല്യാണം കഴിക്കാൻ പ്ലാനും ഇല്ല. പക്ഷെ ഇങ്ങനെ ആലോചനകളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ചിലപ്പോൾ വരും. അങ്ങനെ എനിക്കൊരു 23 വയസ്സാണ്. ഞാൻ കൈരളി ജേർണലിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ എനിക്ക് ആലോചന വന്നിരുന്നു. ഞാൻ വിളിച്ചിട്ട് അയ്യോ ഞാൻ ചെറിയ കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കട്ട് ചെയ്ത് ഞാൻ കൂടി. എന്നെ ബ്രോക്കറെ വിളിച്ചത്. എന്നിട്ട് പറഞ്ഞു അത് ഇങ്ങനെ ഒരു കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ആദ്യം മനസ്സിലായി. ഞാൻ വെച്ചാൽ ആരെയെ പറ്റിയോ അന്വേഷിക്കാനാണെന്നാണ് വിചാരിച്ചത്. പിന്നെ പറഞ്ഞത് എനിക്കാണ് ആലോചന. അയ്യോ എനിക്ക് 23 വയസ്സായിട്ടുണ്ട്, എനിക്ക് കല്യാണപ്രായം ആയില്ല എന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തു. പേടിച്ചു പോയി ഞാൻ. അപ്പോ ആ സമയത്തൊക്കെ വരികയായിരുന്നു. പക്ഷെ ആ മെച്യൂരിറ്റി ഒന്നും ഇല്ല. ഇപ്പോഴും ആയിട്ടില്ല, ഇപ്പോഴും കുഞ്ഞാണ്. പല വീഡിയോസിലും കണ്ടുള്ളൂ ഈ 90s കിഡ്സിന് ജെൻസി പിള്ളേരെ പോലെ ആവാനായിട്ട് ചെയ്യേണ്ട ഓരോ കാര്യങ്ങളൊക്കെ. അത് സ്വയം തോന്നിയതാണോ അത് എവിടെന്നെങ്കിലും ഇൻസ്പയർഡ് ആയിട്ടൊക്കെ ചെയ്യുന്നതാണോ? ഞാൻ ഡൽഹിയിൽ 9 വർഷമായി. ഞാൻ ജോലി ചെയ്തത് ഡൽഹിയിലാണ്. അങ്ങനെ ഈ ഒരു ജനറേഷൻ 90s കിഡ്സ് പഠിക്കുന്ന സമയം മുതൽ ഇപ്പോഴത്തെ ജെൻസി കിഡ്സ് പഠിക്കുന്നത് വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെയുള്ളവരൊക്കെ പാസ് ഔട്ടായി പോയി. ഞാനപ്പോൾ ജോലി ചെയ്യുന്നത് ഡൽഹിയിൽ തന്നെയായിരുന്നു. പിന്നീട് ഒരു ആന്ത്രോപോളജി മാസ്റ്റേഴ്സ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു 9 വർഷം ഡൽഹിയിലുണ്ടായിരുന്നു. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് നിന്നത്. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ മാറി മാറി വരുമല്ലോ. അപ്പോൾ ഈ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് മാറി മാറി വരും. അപ്പോൾ ഇപ്പോൾ ഉള്ള എൻ്റെ ഫ്രണ്ട് സർക്കിൾ ജെൻസി ഫ്രണ്ട് സർക്കിൾ. ഇവരുടെ ടേംസ്, ഇവരുടെ പരിപാടി, ഇവരുടെ പാട്ട് ഇങ്ങനെ ഇരിക്കുക. സൈക്കബിൾ ആണ് പരിപാടി. പക്ഷെ മനസ്സിലായി തുടങ്ങി. വേറെ വഴിയില്ല. നമ്മൾ ബാഗി ജീൻസ് ഒക്കെ ഇട്ട് നടക്കേണ്ടി വരും. അപ്പോ ആ ഒരു രീതിയിൽ ഇപ്പൊ കുറച്ച് ജെൻസിയായി എന്നൊക്കെ പറയാം. അതുകൊണ്ട് എനിക്ക് വ്യത്യാസം മനസ്സിലാവും. ഇവര് ആന്റിന തിരിച്ചിട്ട് ക്രിക്കറ്റ് കളി കണ്ട പരിപാടിയോ അല്ലെങ്കിൽ 10:30 ദൂരദർശനിൽ വരുന്ന മൗഗ്ലി പരിപാടിയൊന്നും എനിക്ക് അറിയില്ല. ഇവര് മൗഗ്ലി എന്നൊക്കെ പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. ജംഗിൾ ബുക്കൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഈ ആന്റിന തിരിച്ച് അല്ല പിന്നെ വലിയൊരു കൊടയുണ്ട് ഏഷ്യാനിന്റെ. ഇതൊന്നും എനിക്ക് അറിയില്ല. ഇവര് ജനിക്കുന്ന സമയം മുതലേ സ്മാർട്ട് ഫോൺ ഒക്കെ കയ്യിലുണ്ടല്ലോ. നമ്മൾ ആ ഒരു ട്രാൻസിഷൻ കണ്ടാണല്ലോ. അതിന്റെ വ്യത്യാസം നന്നായിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് കോണ്ടന്റ് രസാ. ഇവരായിട്ട് സംസാരിക്കാൻ രസാ. ഇവര് റിലേഷൻഷിപ്പിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഓർബിറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഓർബിറ്റ് പിന്നെയാണ് മനസ്സിലായത് വേറെ എന്തോ പരിപാടിയാണ്. ഒരാള് മനസ്സിലാവില്ല റിലേഷൻ സിറ്റുവേഷൻഷിപ്പ് ഷിപ്പുകളുണ്ട്. അത് ഇത്തിരി പാടാണ്. എനിക്കും അറിയില്ല. അത് പ്രത്യേകിച്ച് ഡൽഹിയിൽ നിന്ന് ബംബിൾ ഹിഞ്ചിലൊക്കെ കയറണം. അയ്യോ വിഷയമാണ്. ഇവരിങ്ങനെ ഓരോ സാധനങ്ങള് എനിക്കിത് ഇങ്ങനെ സിറ്റുവേഷൻഷിപ്പ്, ബോയ് ഫ്രണ്ട് ഉണ്ട്, പിന്നെ ഓപ്പൺ റിലേഷൻഷിപ്പ്. ഇതല്ലല്ലോ നമ്മുടെ പരിപാടി. എനിക്ക് ഈ ബംബിൾ ഹിഞ്ച് പരിപാടിയേ നടക്കില്ല. നമ്മളിങ്ങനെ ഇത് പരിപാടി എന്നോട് പിള്ളേരൊക്കെ പറഞ്ഞു റിലേഷൻ ഇപ്പൊ ഇതല്ലേ എന്നാ ബംബിള് തുടങ്ങിക്കൂടെ പറഞ്ഞു. ഞാൻ തുടങ്ങി. ഇത് ഒന്നാമത് ചെറിയ കുഞ്ഞു മക്കള്, രണ്ടാമത് ഇവർക്ക് ഇതെന്താണ് പരിപാടി, ഇതെന്താ പരിപാടി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്കറിയാം. നമ്മൾ ആദ്യം തന്നെ ഡേറ്റ് ചെയ്യാൻ പോയില്ലേ. അപ്പൊ നമ്മൾ ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ട് പോയിരിക്കുന്നത് പോലെയാ. അപ്പോ ഒന്നാമത് ഹിന്ദിക്കാരികളെ ഉണ്ടാവുക. എന്റെ മലയാളം എന്റെ ഹിന്ദി അവർക്കും അവരുടെ ഹിന്ദി എനിക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ഒന്നും നടക്കാറില്ല. അതാണ് പ്രശ്നം. പക്ഷെ കൊള്ളാം. ജെൻസി പിള്ളേരെ എനിക്ക് ഇഷ്ടമാണ്. അവർ കുറച്ചും കൂടെ പൊളിറ്റിക്കൽ ആയി കഴിഞ്ഞാൽ ഉഷാറ് പിള്ളേരാണ്. അവര് പുറത്തെ സാധനങ്ങളൊന്നും അവർ കെയർ ചെയ്യുന്നില്ല. അമ്മാവന്മാരൊന്നും വകവെക്കുന്നില്ല. നല്ല പിള്ളേരാണ്. അവരുടെ കാര്യം മാത്രം നോക്കാം. അവരുടെ എൻജോയ്മെന്റ്, ഹാപ്പിനെസ് മാത്രം. അവരുടെ സെക്ഷുവാലിറ്റി, അവരുടെ റിലേഷൻഷിപ്പ് സാധനങ്ങള് ഇതൊക്കെ അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് നല്ല കാര്യം. അതെ, നമുക്കൊന്നും പറ്റാത്ത കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അല്ല, എന്നിട്ട് നാട്ടിൽ വന്നിട്ട് ഈ ഡേറ്റിംഗ് ആപ്പ് ഒന്നും ട്രൈ ചെയ്തില്ല? ഇല്ല, പേടിയായി പോയോ? ഇടയ്ക്ക് അരികെ ആപ്പ് എടുത്തതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഡൽഹി നല്ല ഡേറ്റിംഗ് ആപ്പ്. നമ്മൾ 3 റൂംമേറ്റ് ആയിരുന്നു. നമ്മൾ 3 ആളും എല്ലാം എടുത്തു. അടിക്കൊക്കെ
വലിയ കോമഡി ആട്ടോ അരിക ആപ്പ്. അത് ഞാൻ എന്താ പറയണ മലയാളി ഡേറ്റിംഗോ അങ്ങനെ എന്തോ ആണ് അതിന്റെ ക്യാപ്ഷൻ. പക്ഷേ വേറെ മലയാളീസ് മീറ്റ് വേറെ മലയാളീസ് മീറ്റ് ദിവസം രേവതി 23 വയസ്സ് പൂരം നക്ഷത്രം എന്നൊക്കെ പറഞ്ഞിട്ടേ ഇതൊരു ജാതകം പരിപാടിയാ. നമ്മൾ മാട്രിമോണി മോഡേൺ മാട്രിമോണി, അത് ജോലി ഇത് ഇങ്ങനെയുള്ള സാധനം മറ്റേ ഒരു ഡേറ്റിംഗ് ആപ്പിന്റെ പരിപാടി അല്ലാതെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ അമൃത പൂരാടൻ നക്ഷത്രം 33 വയസ്സ് ഹിന്ദു നായർ യുവതി ഇങ്ങനെയൊക്കെയാണ് പരിപാടി. പഴയ മനോരമ മാട്രിമോണി വരുമല്ലോ, ഇത് സെയിം പരിപാടിയാ. അരികെ അപ്പൊ തന്നെ ഇൻസ്റ്റാൾ ചെയ്തു. ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ആളിപ്പോ ഉണ്ടോ? ഇല്ല ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചപ്പോ റിപ്ലൈ തരുമായിരിക്കും. ഫാൻസ് ഒക്കെ എങ്ങനെ പെൺകുട്ടികളൊക്കെ മെസ്സേജ് അയക്കാറുണ്ടോ? മെസ്സേജ് അയക്കാറുണ്ട്, പക്ഷെ ഞാൻ ഇപ്പൊ റിലേഷൻഷിപ്പില് ആവാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ആദ്യമേ അങ്ങ് പറഞ്ഞു. അതാണ് ആൾക്കാർ പ്രപ്പോസലൊക്കെ ആയിട്ട് വരാറുണ്ട്. പക്ഷെ ഞാൻ വലിയൊരു കരിയറിന്റെ സ്ട്രഗ്ലിംഗ് ഫേസിലായിപ്പോ ഉള്ളത്. അതിനിടയിൽ വേറൊരാൾ വന്ന് പ്രോം വാങ്ങി പോകണം എന്ന് എനിക്കൊരു നല്ല പണി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട പണികളൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷെ ഞാനിപ്പോ എൻ്റെ ഒരു കരിയറിന്റെ ഇനി ഇങ്ങോട്ട് പോകുന്നുള്ള സാധനം കുറെ ഇപ്പൊ പഠിത്തം കഴിഞ്ഞു, മാസ്റ്റേഴ്സ് കഴിഞ്ഞ് വീട്ടിലെത്തി, ഇനി ഉപരിപഠനം എടുക്കണോ ജോലിക്ക് പോകണോ ഇങ്ങനെ വല്ലാത്തൊരു ക്രൈസിസിൽ നിൽക്കുകയാണ്. അതായത് വീട്ടിൽ വേലയില്ല പട്ടധാരിയായി ഇരിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം ഉണ്ടല്ലോ, ആ സ്ട്രഗിളിന്റെ ഇടയിലേക്ക് വേറൊരാളെ കൊണ്ടുവന്ന് നരകിപ്പിച്ച് വിടണമെന്ന് എനിക്ക് താല്പര്യമില്ല. ഞാനൊന്ന് സെറ്റിലൊക്കെ ആയിട്ട് നോക്കാം. ഓക്കെ, ഇപ്പൊ അശ്വിൻ ഇപ്പം കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നു. ഇപ്പൊ പലരും കണ്ടന്റ് ക്രിയേഷൻ ഒരു പ്രൊഫഷനായിട്ട് ചൂസ് ചെയ്യുന്ന ഒരു ടൈം കൂടെ. അപ്പം എന്തുകൊണ്ടായിരിക്കും ഇതൊരു പ്രൊഫഷനായിട്ട് ചൂസ് ചെയ്യേണ്ട? എനിക്ക് അറിയില്ല ഇതിനെങ്ങനെയാ മാർക്കറ്റ് ചെയ്യേണ്ടത്, എന്താ ഇതിന്റെ പരിപാടി എന്ന് എനിക്കറിയില്ല. ഞാനേ ഇതിൽ നിന്ന് പൈസ കിട്ടുന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് ആദ്യമായിട്ട് കൊളാബ് വന്നപ്പോ ഇങ്ങോട്ട് പ്രൊഡക്റ്റ് കിട്ടിയല്ലേ, അപ്പൊ ഞാൻ ഫസ്റ്റ് കൊളാബ് മറ്റേ ഷൂ എന്തോ ഷൂ വന്നു, അത് പ്രൊഡക്റ്റ് തന്നു, ഞാൻ പൈസ ഒന്നും വാങ്ങിയിട്ടില്ല. പിന്നെ എന്നോട് പറഞ്ഞു എടാ പൈസ വാങ്ങാം എന്ന് പറഞ്ഞു. അപ്പൊ ഒരാൾ പറഞ്ഞു 1000 രൂപ തരാം. ഞാൻ ഓക്കെ 1000 രൂപ, അത് നമ്മൾ ഒരു പ്രൊഡക്റ്റും കിട്ടി 1000 രൂപയും കിട്ടി, അത് വീട്ടിൽ ചെലവിനായല്ലോ. അപ്പൊ ഒരു വലിയ ബ്രാൻഡ് ഇത് കുറച്ച് വീഡിയോ ഒക്കെ വൈറലായതിനു ശേഷം എന്നോട് വന്നിട്ട് കൊളാബ് ചെയ്യുമോ ചോദിച്ചു. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് എൻ്റെ എല്ലാ പ്രൊഡക്റ്റും എൻ്റെ എല്ലാ വീഡിയോസും കൊളാബാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ അവരോട് പറയാനും വലിയ ബ്രാൻഡ് ആയതുകൊണ്ടേ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയാനൊരു മടിയായിട്ട് ഞാൻ പറഞ്ഞു അതെ ഞാൻ പൈസ കയറ്റി പറയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ 20,000 രൂപ, ഞാൻ 1000 രൂപയാണ് വാങ്ങുന്നത്, ഞാൻ 20,000 ആണ് എൻ്റെ റേറ്റ് പറഞ്ഞു. ഞാൻ ഇവർ ഒഴിവായി പോവായിരിക്കും. ഇതൊന്നും ഓക്കെ 20,000 ഓക്കെ എന്ന് പറഞ്ഞു. പരിപാടി കൊള്ളാലോ. അതുകൊണ്ട് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമാണ് വരുമാന മാർഗം. നല്ല പൈസ ഉണ്ട്, ആരെങ്കിലും ഇൻസ്റ്റാഗ്രാം തുടങ്ങിക്കോട്ടെ, നല്ല പൈസയാണേ. അതായത് കൊളാബിലൂടെ മാത്രം നമുക്ക് നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്. എനിക്ക് ഒരു 30K ഫോളോവേഴ്സ് സമയത്ത് ഒരു ബ്രാൻഡ് വന്ന് 20,000 തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കും കിട്ടും നന്നായിട്ട്. നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കാത്തോണ്ടല്ലേ. ഞാൻ കൈരളി ന്യൂസിൽ ഡൽഹിയിൽ കഷ്ടപ്പെട്ട് പൊരിവയിലത്ത് പണിയെടുത്തിട്ട് 23,000 രൂപ കിട്ടിയത് മാസം കിട്ടുന്നത്. ഒറ്റ റീലില് എനിക്ക് ആ പൈസ കിട്ടിയെന്ന് പറയുമ്പോ ലാഭം പരിപാടിയാണ്. പണിയെടുക്കേണ്ട, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ട, വീഡിയോ ചെയ്യാന്നുള്ള പരിപാടിയാണല്ലോ. അതിനിടയ്ക്ക് 30K ഫോളോവേഴ്സ് ആയപ്പോ ഒരു ഗിവ് അവേയും ഉണ്ടായിരുന്നു. ഇത്രയും ഫോളോവേഴ്സിൽ തന്നെ ഗിവ് അവേയും ചെയ്യാനായിട്ട് പറ്റുമല്ലേ? ഗിവ് അവേ എന്ന് പറഞ്ഞാൽ എന്റെ ഫ്രണ്ടിന്റെ ട്രാവൽ ഏജൻസി തന്നെയാണ്. അപ്പൊ ഞാൻ കരഞ്ഞ് കാല് പിടിച്ചിട്ട് ബാക്കി എല്ലാവരും ഗിവ് അവേ കൊടുക്കുന്നു, എനിക്കൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ മുന്നേ ടിക്ടോക്കിൽ ഉണ്ടാകുന്ന സമയത്ത് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഗിവ് അവേ പരിപാടി ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കരഞ്ഞ് കാല് പിടിച്ചടാ, ഒന്ന് കൊടുക്കടാ, 2 മലയാളി ട്രിപ്പ് കൊടുക്കടാന്ന് പറഞ്ഞ് അങ്ങനെ അവൻ സഹി കെട്ടിട്ട് തന്ന ഗിവ് അവേ. അതിന്റെ റിസൾട്ട് അനൗൺസ്മെന്റ് ഇതായിപ്പോ അടുത്ത ദിവസം കഴിഞ്ഞല്ലേ? അത് ഇല്ല, റിസൾട്ട് വരാൻ പോകുന്നതേ ഉള്ളൂ. അതായത് ഇപ്പോഴും നമുക്ക് ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. കഴിഞ്ഞിട്ടില്ല ഗൈസ്, ഇപ്പൊ വേണേലും മണാലി ട്രിപ്പ് 2 പേർക്ക് അവരുടെ സുഹൃത്തിനെയും കൂട്ടി പോയി, മൊത്തം 4 പേര്. അടിപൊളി. അത് മർജുന് സ്പെഷ്യൽ താങ്ക്സ്. യെസ്.